സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ചപ്പാത്തി ഒന്ന് സോഫ്റ്റായി കിട്ടണമെങ്കിൽ മാവ് കുറേ നേരം കുഴച്ച് അതിനെ ഒന്ന് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈസി ആയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിക്കും. ചില സമയങ്ങളിൽ ഞാൻ പച്ചവെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോഴും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാറ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നനച്ചെടുത്തു. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരല്പം എണ്ണ കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ കുറേ നേരം കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നതിന് പകരം ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. അരച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സമയമൊന്നും അരക്കില്ല. നമ്മൾ ക്രഷ് ചെയ്തെടുക്കില്ല, അതേപോലെ ഒരു 3-4 തവണ ഒന്നാക്കി എടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നാലാണ് എളുപ്പത്തിന് അത് ക്രഷ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് പോസിലിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് നിർത്തി അങ്ങ് അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കൈയിട്ട് കുഴച്ച് അത്രയും കഷ്ടപ്പാട് നമുക്ക് ഇതിലില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ മിക്സിയിലിട്ട് അരച്ചതും നമ്മൾ കൈകൊണ്ട് കുഴച്ച് വെച്ചതിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് ഇത്തിരി ലൂസായി പോയെന്നോ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയായി പോയെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളമോ മാവോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ മിക്സിയിലേക്ക് മാവ് ഇടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിലർക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്. അതും ടേസ്റ്റിന് നല്ലതാണ്, പക്ഷെ ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് മാവ് നല്ല മയത്തിലാക്കി എടുക്കുന്നതിന് ഇത് സഹായിക്കും. അപ്പം മിക്സി ചീത്തയായി പോവോ എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇത് യൂട്യൂബിൽ ഒരിക്കൽ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ ജാറിലിട്ട് ചെയ്യുന്നത്. കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വലിയ ജാറിലിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടില്ലേ? അത് ഞാൻ ഒരല്പം എണ്ണ തടകിയിട്ട് കുറച്ച് സമയം വെച്ചിരുന്നു കേട്ടോ. എനിക്ക് കറി ഉണ്ടാക്കുന്നതിന് അത്രയും സമയത്തിന് വേണ്ടിയിട്ട്. സാധാരണ ഞാൻ അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല, അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കലാണ്. ഇനി ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തത് കൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ഇനി എന്തായാലും കഷ്ടപ്പെടേണ്ട. ഇങ്ങനെ ചെയ്താൽ മതി, നന്നായിട്ട് പൊള്ളി കിട്ടും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ട് തന്നെ ചപ്പാത്തി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങളുടെ കമൻറ്റും കൂടി പറയാൻ മറക്കരുത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചപ്പാത്തി എത്രമാത്രം പൊള്ളിയിട്ടുണ്ടെന്ന്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സി ചീത്തയാവോ എന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇത്രയും നാളായിട്ട് എൻ്റെ മിക്സി ചീത്തയായിട്ടില്ല. പിന്നെ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം എന്ന് വെച്ചാൽ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റേ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.